എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. പാൽപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ട്രൈ ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്വീറ്റ് റെഡിയാക്കിയിട്ട് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രം കുറച്ച് നെയ്യ് വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലേക്കാണോ സെറ്റ് ആവാൻ വെക്കുന്നത് ആ പാത്രം ഇതേപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഒന്നും ഓണാക്കി കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ഒരു കപ്പ് പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാല് തിളച്ച് വരുന്നത് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഇളക്കാതെ ഇരിക്കരുത്. ഇളക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൽപ്പൊടിയൊക്കെ അടിയിൽ കട്ട പിടിച്ച് പോകും. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് എടുക്കുന്നൊന്ന് റെഡിയായി വരാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഒഴിച്ച പാലൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് കുറുകി വരണം. നല്ല ഒരു മിക്സ്ചറായിട്ട് നമുക്ക് കിട്ടണത്. അപ്പോൾ അതാ നമ്മൾ ഒഴിച്ച പാലൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാൽപ്പൊടി മാത്രമായി നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ലെവലായിട്ട് കിട്ടും നമുക്ക്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസും പിസ്തയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. അത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് ചൂടാറിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നില്ല, പുറത്ത് തന്നെ വെച്ചിട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ 1-2 മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ അടിപൊളി പാൽപ്പൊടി വെച്ചിട്ടുള്ള ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ സ്വീറ്റ് ഒന്ന് റെഡിയാക്കുക മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്